ഹലോ നമസ്കാരം. നമ്മൾ സെക്കൻഡ് ഇയർ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റിലെ മോഡ്യൂൾ 3ന്റെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ് 10 റെയറിംഗ് ഓഫ് റാബിറ്റ്സ് ആൻഡ് ലബോറട്ടറി റോഡൻസിലോട്ടാണ് കടക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം റാബിറ്റ്സ് എന്താണെന്ന് അറിയാം, മുയലുകള്. ലബോറട്ടറി റോഡൻസ് മീൻസ് നമ്മൾ പരീക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന റോഡൻസ്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ റാറ്റും മൈസിനെ പറ്റിയിട്ടാണ് പ്രധാനമായും പഠിക്കുന്നത്. അടുത്തതായി യൂസ് ഓഫ് ലബോറട്ടറി ആനിമൽസിനെ പറ്റിയിട്ട് പഠിക്കാം. അതായത് ലബോറട്ടറി ആനിമൽസിന്റെ ഉപയോഗങ്ങളെ പറ്റിയിട്ട്. ഇത് 3 മാർക്കോ 5 മാർക്കിനോ ചോദിക്കാവുന്നതാണ്. ഫസ്റ്റ് പോയിന്റ്, ലബോറട്ടറി ആനിമൽസ് യൂസ്ഡ് ഫോർ ഫണ്ടമെന്റൽ ബയോളജിക്കൽ ആൻഡ് മെഡിക്കൽ റിസർച്ച്. അതായത് അനിമൽ ബോഡിയുടെ ഡിഫറെന്റ് ടിഷ്യൂസിനെ പറ്റിയിട്ട് സ്ട്രക്ചറും ഫങ്ഷനും പഠിക്കുന്നത് വഴി നമ്മളുടെ ഹ്യൂമൻ ടിഷ്യൂസിന്റെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് പോയിന്റ്, ഡെവലപ്പിംഗ് ന്യൂ ട്രീറ്റ്മെന്റ് ഫോർ ഡിസീസസ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസർ, എയ്ഡ്സ്, അൾഷിമേഴ്സ് ഡിസീസ്, ജനറ്റിക് ഡിസോർഡേഴ്സ്, ജനിതക വൈകല്യങ്ങൾ, ഇങ്ങനെയുള്ളവയ്ക്കൊന്നും സാധാരണ ട്രീറ്റ്മെന്റ് ഇല്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് അനിമൽ മോഡൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള മെഡിസിൻസ്, വാക്സിൻസിനെ പറ്റിയിട്ട് പഠിക്കുകയും ചെയ്യാം. അടുത്ത പോയിന്റ്, പ്രിപ്പറേഷൻ ഓഫ് നാച്ചുറൽ പ്രോഡക്ട്സ് യൂസ്ഡ് ഇൻ മെഡിക്കൽ റിസർച്ച് ഓർ ട്രീറ്റ്മെന്റ്. അതായത് അനിമൽസിന് അവരുടെ ബ്ലഡിലോ മിൽക്കിലോ യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിക്കൽ സബ്സ്റ്റൻസസ്, അതായത് ആന്റിബോഡീസ് പോലെയുള്ള സബ്സ്റ്റൻസസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. എക്സാമ്പിൾ റേബീസ് ഇമ്യൂണോഗ്ലോബുലിൻ, പോളിയോ വാക്സിൻ, മോണോക്ലോണൽ ആന്റിബോഡീസ്. അടുത്തത്, ലബോറട്ടറി ആനിമൽസിനെ നമുക്ക് സേഫ്റ്റി ടെസ്റ്റിംഗ് ഓഫ് കെമിക്കൽസ് ആൻഡ് ഡ്രഗ്സിന് ഉപയോഗിക്കാം. അതായത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ധാരാളം കെമിക്കൽസും മെഡിസിൻസും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കോസ്മെറ്റിക്സ്, ഫാമിങ്ങിലെ കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇവയെല്ലാം നമ്മൾക്ക് സേഫ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ലാബ് അനിമൽസിനെ ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ ടെസ്റ്റിംഗ് ഓഫ് കോസ്മെറ്റിക്സ്, ഇൻസെക്ടിസൈഡ്സ് കീടനാശിനികൾ, ദെൻ ഡിസിൻഫെക്റ്റൻസ് അണുനാശിനികൾ, ദെൻ ന്യൂവർ ഡ്രഗ്സ് പുതിയ മരുന്നുകൾ. നെക്സ്റ്റ് പോയിന്റ്, ഡെവലപ്മെന്റ് ഓഫ് ന്യൂ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ ഡിസീസസ്. അതായത് ഒരു ഡിസീസിന്റെ ട്രീറ്റ്മെന്റ് ഇഫക്റ്റീവ് ആകണമെങ്കിൽ വളരെ കറക്റ്റായിട്ടും പെട്ടെന്ന് തന്നെ ഡയഗ്നോസിസ് കണ്ടുപിടിക്കുന്നത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് പല പകർച്ചവ്യാധികളുടെയും ഡയഗ്നോസിസ് കണ്ടുപിടിക്കാൻ അനിമൽസിനെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അതുപോലെ ലബോറട്ടറി ആനിമൽസിനെ നമുക്ക് പെറ്റ് അനിമൽസ് ആയിട്ട് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഓമന മൃഗങ്ങളായിട്ട് ഉപയോഗിക്കാം. കാരണം ലബോറട്ടറി ആനിമൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കൈകാര്യം ചെയ്യാനും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഓമന മൃഗങ്ങളായിട്ട് ഉപയോഗിക്കാം. എസ്പെഷ്യലി റാബിറ്റ്സ്, വൈറ്റ് റാറ്റ്സ്. നെക്സ്റ്റ് നമ്മൾ റാബിറ്റ് ഫാമിങ് നമുക്ക് മീറ്റിനും ഫറിനും ഹൈഡിനും ഉപയോഗിക്കാം. മീറ്റ് എന്ന് വെച്ചാൽ ഇറച്ചി, ഫർ മീൻസ് ഹെയർ, രോമത്തിന്, ഹൈഡ് മീൻസ് സ്കിൻ. ഇതിന് നമുക്ക് ഉപയോഗിക്കാം. ഇനി റാബിറ്റ് ഫാമിങ് ഇന്ത്യയിൽ വളരെ നല്ലൊരു വരുമാനം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ലേഡീസിനും ജോലിയില്ലാത്ത യുവാക്കൾക്കും നല്ല തൊഴിൽ സാധ്യത തരുന്നു. അടുത്ത റാബിറ്റ് മീറ്റിന്റെ പ്രത്യേകത, ഇതിൽ ഫാറ്റും കൊളസ്ട്രോൾ ലെവലും വളരെ കുറവാണ്. പക്ഷെ പ്രോട്ടീൻ വളരെ നന്നായിട്ടുണ്ട്. പ്രായമായ ആൾക്കാർക്ക് റാബിറ്റ് മീറ്റ് വളരെ പെട്ടെന്ന് കഴിക്കാനും ഡൈജസ്റ്റ് ചെയ്യാനും എളുപ്പമാണ്. റാബിറ്റ്സിന്റെ വേറൊരു പ്രത്യേകത, ഇവർക്ക് വളരെ പെട്ടെന്ന് വളർച്ചാ നിരക്കും പ്രത്യുൽപാദന ശേഷിയും വളരെ കൂടുതലാണ്. ഇവര് 12 ആഴ്ചയാകുമ്പോൾ 2 കിലോ ബോഡി വെയിറ്റ് ഉണ്ടാവുകയും ഒരു പ്രസവത്തില് 2 മുതൽ 8 വരെ കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റാബിറ്റ്സിന് എക്സലന്റ് ഫീഡ് കൺവേർഷൻ എഫിഷ്യൻസി ഉണ്ട്. അതായത് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ റാബിറ്റ് ബ്രീഡ്സില് അങ്കോറ ബ്രീഡ്, ഇതിൽ തന്നെ നമ്മൾ ഒരുപാട് ബ്രീഡ്സ് പഠിക്കുന്നുണ്ട്. അതിൽ അങ്കോറ ബ്രീഡിന് വളരെ നന്നായിട്ട് ഫർ കിട്ടുന്നതാണ്. അതുപോലെ റാബിറ്റ് ഫാമിങ്ങില് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, മൂലധനം വളരെ കുറച്ച് മതി.
പിന്നെ അടുത്ത പ്രത്യേകത, റാബിറ്റ്സ് വളരെ ചെറിയ സൈസാണ്. അതുകൊണ്ട് അവർക്ക് വളരെ കുറച്ച് സ്ഥലവും ഫീഡും കെയർ ആൻഡ് മാനേജ്മെന്റും മതി. പിന്നെ റാബിറ്റ്സിനെ നമുക്ക് ഫാമിൽ വളർത്താം. അതുകൂടാതെ ബാക്ക് യാർഡ്, അടുക്കള മുറ്റത്തോ ടെറസിലോ ഈവൻ വീട്ടിൽ വരെ നമുക്ക് വേണം. അടുത്ത ടോപ്പിക്ക് നമ്മൾ റെസ്ട്രെയിനിങ് ആൻഡ് ഹാൻഡ്ലിങ്ങിലോട്ടാണ് കിടക്കുന്നത്. ഇതിൽ നമ്മൾ 3 അനിമൽസിനെ, അതായത് മൗസ്, റാറ്റ്, റാബിറ്റ്, ഇവരെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് അടുത്തത് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് മൗസിന്റെ ഹാൻഡ്ലിങ്ങിനെ പറ്റിയിട്ട് പഠിക്കാം. മൗസിന്റെ പ്രത്യേകത, ഇവർക്ക് പെട്ടെന്നൊരു മൂവ്മെന്റ് ഇല്ല, വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെന്റേ ഉള്ളൂ. പക്ഷെ അവർ നന്നായി കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ അവർ കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ കടിക്കുന്നത് വേദന ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് നല്ല കോൺഫിഡൻസോട് കൂടി നമ്മൾ കൈകാര്യം ചെയ്യണം. ഇനി 3 മെത്തേഡ്സിലാണ് നമുക്ക് റെസ്ട്രെയിനിങ് ഉള്ളത്. ടെയിൽ റെസ്ട്രെയിൻ, ഫോഴ്സെപ്സ് റെസ്ട്രെയിൻ, ദെൻ സ്ക്രഫ് റെസ്ട്രെയിൻ. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് ടെയിൽ റെസ്ട്രെയിൻ നോക്കാം. ഇതിൽ പിക്ചറിൽ നോക്കുന്നത് പോലെ മൈസിനെ നമ്മൾ വളരെ ജെന്റിലായിട്ട്, അതായത് വളരെ ശാന്തതയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. ഇതിൽ നമ്മൾ ബേസ് ഓഫ് ദ ടെയിലിൽ, അതായത് ടെയില് തുടങ്ങുന്ന, വാല് തുടങ്ങുന്ന ഭാഗത്ത് നമ്മൾ പിടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഒരിക്കലും നമ്മൾ ടിപ്പ് ഓഫ് ദ ടെയിലിൽ പിടിക്കാൻ പാടില്ല. കാരണം സ്കിന്ന് ചിലപ്പോൾ ഊരി വന്നിരിക്കും. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് വളരെ ചെറിയ കൺട്രോളിന് മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതായത് ഒരു കൂട്ടിൽ നിന്ന് വേറൊരു കൂട്ടിലോട്ട് മാറ്റാൻ മാത്രമേ നമുക്ക് ഈ ടൈപ്പ് റെസ്ട്രെയിനിങ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സെക്കൻഡ് മെത്തേഡാണ് ഫോഴ്സെപ്സ് റെസ്ട്രെയിനിങ്. ഫോഴ്സെപ്സ് റെസ്ട്രെയിനിങ് പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഫോഴ്സെപ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ മൈസിനെ പിടിക്കുന്നതാണ്. എവിടെയാണെന്ന് വെച്ചാൽ സ്ക്രഫ് ഓഫ് ദ നെക്ക്, അതായത് കഴുത്തിന്റെ പുറകിലുള്ള പോർഷനിൽ അവിടെ പിടിക്കുകയോ അല്ലെങ്കിൽ ബേസ് ഓഫ് ദി ടെയിലോ ഫോഴ്സെപ്സ് കൊണ്ട് പിടിച്ചെടുക്കുന്ന രീതിയാണ്. ഈ ഫോഴ്സെപ്സ് ഷാർപ്പാകാൻ പാടില്ല. അറ്റം റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് വളരെ നല്ലത്. ഇത് ഫോഴ്സെപ്സ് ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മൾ അണുനാശിനികൾ കൊണ്ട് അണുവിമുക്തമാക്കിയിട്ടുണ്ടായിരിക്കണം. ഇതും അതുപോലെ തന്നെ ടെയിൽ റെസ്ട്രെയിനിങ് പോലെ ഷോർട്ട് ടേം പ്രൊസീജിയറിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ഒരു കേജിൽ നിന്നും വേറൊരു കേജിലോട്ട് കൊണ്ടുപോകാൻ മാത്രമേ ഈ ടൈപ്പ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ മെത്തേഡാണ് സ്ക്രഫ് റെസ്ട്രെയിനിങ്. ഇത് ലോങ് ടേം പ്രൊസീജിയേഴ്സ്, അതായത് അനിമൽസിനെ എക്സാമിൻ ചെയ്യണമെങ്കിലും ഇഞ്ചക്ഷനും ബ്ലഡ് കളക്ട് ചെയ്യുന്നതിനും ഈ ടൈപ്പാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ 1 ഹാൻഡ് ടെക്നിക്കും ഉണ്ട്, 2 ഹാൻഡ് ടെക്നിക്കും ഉണ്ട്. അതിൽ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. 1 ഹാൻഡ് ടെക്നിക്കിൽ നമ്മൾ കേജിന്റെ ടോപ്പ്, അതായത് കൂടിന്റെ മുകൾ ഭാഗത്ത് മൈസിനെ വെക്കുക. ആ സമയത്ത് മൈസ് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, കേജിന്റെ മുകളിലായിട്ട് ഗ്രിപ്പ് ചെയ്ത് പിടിക്കും, അള്ളി പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു കൈ വെച്ചിട്ട് അതിന്റെ ബേസ് ഓഫ് ദി ടെയിലിൽ വളരെ പതുക്കെ പിടിക്കാം. എന്നിട്ട് വളരെ സാവകാശം പുറകിലോട്ട് വാല് തള്ളുക. അപ്പോഴെന്ത് ചെയ്യും, മൈസ് വീണ്ടും എന്ത് ചെയ്യും, ഈ കേജിന്റെ ടോപ്പിൽ ഒന്നും കൂടെ അള്ളിപ്പിടിച്ചിരിക്കും. ഈ സമയത്ത് മറ്റേ കൈ വെച്ചിട്ട്, ബി പാർട്ട് നോക്കാം, ഇതിലെല്ലാരും നോക്കാം, മറ്റേ കൈ വെച്ചിട്ട് നമ്മള് നെയ്പ്പ് ഭാഗത്ത്, അതായത് കഴുത്തിന്റെ പുറകിലുള്ള ഭാഗത്ത് 4 ഫിംഗറും തമ്പും ഉപയോഗിച്ചിട്ട് പിടിക്കാം. 4 ഫിംഗർ എന്ന് വെച്ചാല് ചൂണ്ടുവിരലും തള്ളവിരലും വെച്ചിട്ട് പിടിക്കാം, പതുക്കെ പിടിക്കാം. പിന്നെ വാല് റിംഗ് ഫിംഗറിലും ലിറ്റിൽ ഫിംഗറിലും കൺട്രോൾ ചെയ്യാം. റിംഗ് മീൻസ് മോതിരവിരലിലും ചെറുവിരലിലുമായിട്ട് ടെയില് കൺട്രോൾ ചെയ്ത് വെക്കാം. പക്ഷെ നമ്മൾ ഈ സ്ക്രഫ് റീജിയൻ ആവശ്യത്തിന് നമ്മൾ പിടിച്ചിട്ടുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അനിമൽ തിരിഞ്ഞിട്ട് കടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ അടുത്ത് ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഒരുപാട് നമ്മൾ ഈ സ്കിന്നിൽ പിടിച്ച് അമർത്തരുത്. കാരണം അങ്ങനെയാണെങ്കിൽ മൈസിന് എയർ സർക്കുലേഷൻ തടയുകയും അവർക്ക് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. ഈ കൺട്രോൾ ചെയ്യുന്ന സമയത്തെല്ലാം നമ്മൾ ഇവരെ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം ഇവരുടെ ചെവിയോ മൂക്കോ ഓറൽ ക്യാവിറ്റിയുടെയോ കളറ് നോർമൽ പിങ്ക് കളറാണ്, അതിൽ നിന്നും ഒരു നീല കളറായിട്ട് മാറുന്നുണ്ടെങ്കിൽ ഇവർക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ നമ്മൾ അവരെ ഫ്രീ ആയിട്ട് വിടുകയും വേണം. ഇനി
ഇൻ കേസ് നമ്മളെ മൗസ് കടിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും നമ്മൾ പെട്ടെന്ന് കയ്യിൽ നിന്നും മൗസിനെ താഴോട്ടിടരുത്. അങ്ങനെ വലിയൊരു വീഴ്ച വീഴുകയാണെങ്കിൽ അവർക്ക് വേദന ഉണ്ടാവുകയും ഡെത്ത് വരെ സംഭവിക്കാം. അതിന് നമ്മൾ മൗസിനെ കൂട്ടിലോട്ടാക്കുന്നതിന് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് പതുക്കെ കൂട്ടിലോട്ട് താഴ്ത്തി കൊണ്ടുവന്നിട്ട് റിലീസ് ചെയ്യുക. അപ്പോൾ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ മൗസ് ചാടി കേജിലോട്ട് പൊയ്ക്കോളും. ഇനി എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് 5 മിനിറ്റ് കഴുകുകയും ചെയ്യുക. പക്ഷെ ഓയിൻമെന്റോ സ്പ്രേയോ ആവശ്യമില്ല. പിന്നെ മൂണ്ട് നമ്മൾ ബാൻഡേജ് കൊണ്ട് കവർ ചെയ്യുക. ആന്റിബയോട്ടിക്സ്, ടെറ്റനസ് വാക്സിനേഷൻ, ആന്റി ഇൻഫ്ലമേറ്ററി മെഡിക്കേഷൻസ് വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് നമ്മൾ ഹാൻഡ്ലിംഗ് ഓഫ് റാറ്റ് ആണ്. റാറ്റിനെ അതുപോലെ തന്നെ നമ്മൾ നന്നായി കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വളരെ അനുസരണയുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ പേടിയില്ലാതെ അവരെ അപ്രോച്ച് ചെയ്യണം. ഇവിടെ 3 രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. വി ഹോൾഡ്, തൊറാസിക് ഹോൾഡ് ആൻഡ് സ്ക്രഫിംഗ്. അതിൽ ഫസ്റ്റ് വൺ നമുക്ക് വി ഹോൾഡ് നോക്കാം. വി ഹോൾഡ് വി ഷേപ്പിൽ തന്നെ, അതായത് ശ്രദ്ധിക്കുക, ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും, ഇൻഡെക്സ് മീൻസ് നമ്മുടെ ചൂണ്ടുവിരലും, മിഡിൽ ഫിംഗർ മീൻസ് നടുവിലുള്ള വിരലും നമ്മൾ ഹെഡിന്റെ സൈഡിലൂടെ പിടിക്കുക. ഇതേപോലെ പിടിക്കുക. എന്നിട്ട് തമ്പ് തള്ളവിരലും ബാക്കിയുള്ള ഫിംഗേഴ്സും ആക്സിലയുടെ അടിയിൽ പിടിക്കുക. ആക്സില മീൻസ് ഈ കൈയുടെ ഈ കക്ഷത്തെ അടിയിലായിട്ട് പിടിക്കാം. മറ്റേ കൈ വെച്ചിട്ട് നമ്മൾ ലോവർ ബോഡിയും സപ്പോർട്ട് ചെയ്യുക, ടെയിലും ഹോൾഡ് ചെയ്യുക. ഇതാണ് വി ഹോൾഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ തൊറാസിക് ഹോൾഡിൽ നമ്മൾ ഇതേപോലെ തന്നെയാണ്. അതായത് തമ്പും ഇൻഡെക്സ് ഫിംഗറും, അതായത് തള്ളവിരലും ചൂണ്ടുവിരലും താടിയുടെ അടിയിൽ, ജോയുടെ അടിയിലായിട്ട് പിടിക്കുക. അപ്പോൾ നമുക്ക് ഹെഡ് ഇതേപോലെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ബാക്കിയുള്ള ഫിംഗേഴ്സ്, റെസ്റ്റ് ഓഫ് ദ ഫിംഗേഴ്സ് സപ്പോർട്ട് ദ ചെസ്റ്റ്, ചെസ്റ്റിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെക്കുക. മറ്റേ കൈ വെച്ചിട്ട് നമ്മൾ ലോവർ ബോഡി സപ്പോർട്ട് ചെയ്യുകയും ടെയില് ഹോൾഡ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് സ്ക്രഫിംഗ് ആണ്. സ്ക്രഫിംഗ് നമ്മൾ മൈസിന് പറഞ്ഞ അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും. ഇതാണ് നമുക്ക് റാറ്റിനെ സ്ട്രോങ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ സ്ക്രഫ് റീജിയനിൽ നമ്മൾ പിടിക്കുക. അപ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത നെക്സ്റ്റ് ഹാൻഡ്ലിംഗ് ഓഫ് റാബിറ്റ് ആണ്. ഹാൻഡ്ലിംഗ് ഓഫ് റാബിറ്റിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, റാബിറ്റ്സിന്റെ ഒരു പ്രത്യേകത, ഇവർക്ക് വളരെ പെട്ടെന്ന് സ്ട്രെസ് അനുഭവിക്കുന്ന ജീവികളാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ ഇവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരിക്കലും നമ്മൾ ചെവിയിൽ പിടിക്കാൻ പാടില്ല. ഇവിടെ 2 രീതിയിലാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നെക്ക് ഹോൾഡ് ഉണ്ട്, ഫുട്ബോൾ ഹോൾഡ് ഉണ്ട്. ആദ്യം നമുക്ക് നെക്ക് ഹോൾഡ് നോക്കാം. നെക്ക് ഹോൾഡിനകത്ത് ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഈ നെക്കിന്റെ റീജിയനിലുള്ള ലൂസ് സ്കിന്നിൽ ഒരു കൈ വെച്ചിട്ട് പിടിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നത്, മറ്റേ കൈ വെച്ചിട്ട് എപ്പോഴും നമ്മൾ ബാക്ക് പോർഷൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇവര് കിക്ക് ചെയ്യാനുള്ള, ചവിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപകടം പറ്റുകയും ചെയ്യും. നെക്സ്റ്റ് മെത്തേഡാണ് ഫുട്ബോൾ ഹോൾഡ്. പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ ഫുട്ബോൾ രീതിയിൽ നമ്മൾ റാബിറ്റിനെ പിടിച്ചിരിക്കുന്ന രീതിയാണ്. ഇതിൽ ആം ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെഡ് ഇതേപോലെ കൺട്രോൾ ചെയ്ത് വെക്കുക. മറ്റേ വിരൽ കൈയുടെ ഫോറാം ഉപയോഗിച്ചിട്ട് നമ്മൾ ബാക്കും ഹൈൻഡ് ക്വാർട്ടേഴ്സും സപ്പോർട്ട് ചെയ്യുക. ഇതാണ് ഫുട്ബോൾ ഹോൾഡ്. നെക്സ്റ്റ് നമ്മൾ റെസ്ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന ഡിവൈസസ്, ഉപകരണങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ മെയിനായിട്ട് മെക്കാനിക്കൽ റെസ്ട്രെയിനർ, പ്ലാസ്റ്റിക് ബാഗ് റെസ്ട്രെയിനർ ഓർ ഡീകാപ്രിക്കോൺ, ദെൻ റാബിറ്റ് റെസ്ട്രെയിനർ ആണ്. ഇത് സാധാരണ നമ്മൾ മൈസിനും റാറ്റിനും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, റാബിറ്റിനും ഒക്കെ ഉള്ള റെസ്ട്രെയിനർ ഡിവൈസസ് ആണ്. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ടെയിൽ വെയിൻ ഇഞ്ചക്ഷനും ബ്ലഡ് കളക്ഷനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള റെസ്ട്രെയിനർ ഉപയോഗിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ മെക്കാനിക്കൽ റെസ്ട്രെയിനർ ആണ്. ഇതിൽ
പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മൾ ഒരു കാരണവശാലും ഈ ഡിവൈസസിലൊന്നും 15 മിനിറ്റിൽ കൂടുതൽ നമ്മൾ കൺട്രോൾ ചെയ്ത് ഇരുത്താൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഡിവൈസസിലാണെങ്കിൽ നമ്മൾ എല്ലാ നേരവും നമ്മൾ മോണിറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇതില് പിക്ചർ കാണുന്നതിൽ നിന്ന് മനസ്സിലാക്കാം ഏത് ഫോർലെഗ്സോ ഹൈൻഡ് ലെഗ്സോ ഏതാണോ നമുക്ക് ആവശ്യം അത് മാത്രം പുറത്തോട്ട് എടുത്തിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് പ്ലാസ്റ്റിക് ബാഗ് റെസ്ട്രെയിനർ ഓർ ഡീകാപ്പിക്കോൺ ആണ്. ഇതാണ് ആ മെറ്റീരിയല്. അടുത്തത് റാബിറ്റ് റെസ്ട്രെയിനർ ആണ്. ഇതും ഷോർട്ട് ടേം പ്രൊസീജിയറിന് മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്ത നമ്മൾ ഡിഫറെന്റ് റൂട്ട്സ് ഓഫ് ഇനോക്കുലേഷൻ ഓഫ് മെറ്റീരിയൽസ്, അതായത് ഏതൊക്കെ റൂട്ട് വഴിയാണ് നമ്മൾ മെറ്റീരിയൽസ് ഇഞ്ചെക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അതായത് പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് റൂട്ട് വഴി നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് ഓറൽ ഗാവേജ് പറയാം. ഓറലി മീൻസ് വായിലൂടെ തന്നെ, അതായത് ഫ്ലൂയിഡ്സിനെ ഡയറക്റ്റ് ആയിട്ട് ലോവർ ഈസോഫാഗസിലോട്ടോ സ്റ്റൊമക്കിലോട്ടോ കൊടുക്കുന്ന രീതിയാണ് ഓറൽ ഗാവേജ്. ഇതിനകത്ത് മാക്സിമം വോളിയം എന്ന് പറയുന്നത് 1 കിലോയ്ക്ക് 10 ml എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ സ്പെഷ്യൽ ബോൾ ടിപ്ഡ് മെറ്റാലിക് നീഡിൽസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് പേരൻട്രൽ റൂട്ട്സ് എന്ന് പറയാം. അതില് സബ്ക്യൂട്ടേനിയസ് ഉണ്ട്. സബ്ക്യൂട്ടേനിയസ് മീൻസ് പേരിൽ തന്നെ അറിയാം, സ്കിന്നിൽ ഇഞ്ചെക്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇതിനകത്ത് പെനിട്രേറ്റിംഗ് ഓൾ ലെയേഴ്സ് ഓഫ് സ്കിന്നിന്റെ എല്ലാ ലെയേഴ്സിലോട്ട് പെനിട്രേറ്റ് ചെയ്യുന്നതാണ് സബ്ക്യൂട്ടേനിയസ് എന്ന് പറയുന്നത്. അടുത്തത് ഇൻട്രാഡെർമൽ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതും സ്കിന്നിൽ തന്നെയാണ്, പക്ഷെ ഉള്ളി ഇത് ഔട്ടർ മോസ്റ്റ് ലെയർ, അതായത് എപ്പിഡെർമിസിൽ മാത്രമാണ് പെനിട്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് ഇൻട്രാ പെരിറ്റോണിയൽ, അതായത് ആർട്ടിക്കിൾ പെരിറ്റോണിയൽ ക്യാവിറ്റിയിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന രീതിയാണ് ഇൻട്രാ പെരിറ്റോണിയൽ എന്ന് പറയുന്നത്. അടുത്തത് ഇൻട്രാമസ്കുലാർ, പേരിന്ന് തന്നെ അറിയാം, ആർട്ടിക്കിൾ ഇഞ്ചെക്റ്റഡ് ടു ദ മസിൽസിൽ ഇഞ്ചെക്ട് ചെയ്യുന്ന രീതിയാണ് ഇൻട്രാമസ്കുലാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻട്രാവീനസ്, ആർട്ടിക്കിൾ ഇഞ്ചെക്റ്റഡ് ടു ദ വെയിൻ, സൂപ്പർഫിഷ്യൽ വെയിനിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് ഇൻട്രാവീനസ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പ്രിക്കോഷൻസ് ഫോർ ബ്ലഡ് കളക്ഷൻ. എന്തൊക്കെയാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അതായത് ബ്ലഡ് കളക്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ മെറ്റീരിയൽസും, അതായത് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അതിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഈ മെത്തേഡ് വഴി അനിമൽസിന് സ്ട്രെസ് ഉണ്ടാകാൻ പാടില്ല. മാക്സിമം 2-3 അറ്റംപ്റ്റ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. അതായത് ഒരുപാട് പ്രാവശ്യം നമുക്ക് കളക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. പിന്നെ മാക്സിമം എമൗണ്ട് ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് 1% ഓഫ് ബോഡി വെയിറ്റ് ആണ് ഒരു പ്രാവശ്യം കളക്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നീട് ബ്ലഡ് കളക്ട് ചെയ്ത ഉടൻ തന്നെ അനിമൽസിനെ ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും ഡിസ്ട്രെസ്സോ അനീമിയോ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക.